അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നോമ്പ് മുറിക്കുമ്പോഴോ അല്ലാത്ത സമയമോ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോളയാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അനാർ പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ അനാറ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതിലേക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് അടിച്ചെടുക്കുക. അനാറ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കുക. ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാൻ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇതെല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പോള ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗീ പുരട്ടി കൊടുക്കുന്നുണ്ട്. ചുറ്റോട് നല്ലപോലെ തന്നെ പുരട്ടി കൊടുക്കുക. ഇനി ഈ കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മൂടിയിട്ടിട്ട് അടച്ചു കൊടുക്കുക. ആദ്യം 30 സെക്കൻഡ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ സ്ലോ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പോള റെഡിയായോ എന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു പപ്പടം കുത്തുന്ന കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് കുത്തി നോക്കുക. അതിന് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പോള റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അനാർ പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.